നമസ്കാരം. നമ്മുടെ എഴുത്തച്ഛനെ മാമോദീസ മുക്കി നിങ്ങളറിഞ്ഞോ? തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം തുഞ്ചത്തെഴുത്തച്ഛനെ മാമോദീസ മുക്കി. പ്രശ്നം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ പറയാം. നമ്മുടെ ദീപിക പത്രത്തിൻ്റെ 140-ാം വാർഷികം നടക്കുന്ന വേളയിൽ എഴുത്തുകാരനായ വിനോയ് തോമസ്, അദ്ദേഹം എന്ത് എഴുതി എന്ന് എന്നോട് ചോദിക്കരുത്. കാരണം ഇത്തരത്തിലുള്ള വിനോയ് തോമസിനെയോ KR മീരയെ ആരാച്ചാറിന് അവാർഡുകളൊക്കെ കിട്ടിയതുകൊണ്ട് അറിയാമെന്നുള്ളതല്ലാതെ ഇത്തരത്തിലുള്ള എഴുത്തുകാരുടെ ഒരു ലോകത്തേക്ക് കടന്നു ചെന്നിട്ടില്ല. അതെൻ്റെ ഒരു പരിമിതിയായിരിക്കും. പക്ഷെ വിനോയ് തോമസ് എന്ത് കൃതിയാണ് രചിച്ചതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റുകളിൽ പറയുക. എഴുത്തുകാരനായ വിനോയ് തോമസ്, അങ്ങനെയാണ് ദീപിക പത്രം അദ്ദേഹത്തെ നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണത്തിലാണ് എഴുത്തച്ഛൻ മാമോദീസ മുങ്ങിയ കാര്യം പറഞ്ഞതും ഞാൻ അറിഞ്ഞതും. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, എഴുത്തച്ഛൻ എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല, അദ്ദേഹമല്ല മലയാള ഭാഷയുടെ പിതാവ്. അപ്പോൾ മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? അത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. എഴുത്തച്ഛനെ മാമോദീസ മുക്കിയോ? ഹെർമൻ ഗുണ്ടർട്ടും മറ്റ് ബെയ്ലിയും ഒക്കെ കൂടി ചേർന്നാണ് മലയാള ഭാഷയ്ക്ക് ഒരു ഘടനയും രൂപഘടനയും എല്ലാം നൽകിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെയും അദ്ദേഹം ആ പ്രഭാഷണത്തിൽ ഈ കണ്ണൂർ നടന്നൊരു വാർഷികാഘോഷത്തിലാണ്, 140-ാം വാർഷികാഘോഷത്തിലാണ് അദ്ദേഹം ഈ പ്രഭാഷണം നടത്തിയത്. കപ്പപ്പട്ടിണി മാറ്റി. കാരണം കപ്പ കഴിച്ച് ജീവിച്ചിരുന്ന മലയാളികൾക്ക് അരി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതെല്ലാം ക്രിസ്ത്യാനികളാണ്. അതിലൊരു ഭാഗമുണ്ട് ഈ കുടിയേറ്റ കർഷകക്കാരുടെ ഒരു ഭാഗം. അതിൽ ഞാൻ കുറച്ച് സത്യം കാണുന്നുണ്ട്. കാരണം കുടിയേറ്റ കർഷകരുടെ ആദ്യ തലമുറ, അവരെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം മണ്ണിനോടും പ്രകൃതിയോടും എല്ലാം മല്ലടിച്ച് ഭൂമി വെട്ടിത്തെളിച്ച് വനം വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കി അഭിമാനത്തോടു കൂടി കൃഷി ചെയ്ത് ജീവിച്ചിരുന്നവരായിരുന്നു അവർ. പിൽക്കാലത്ത് വന്ന ഈ വിനോയ് തോമസിനെ പോലുള്ളവരായിരുന്നില്ല ആ മുൻ തലമുറ. അവരെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പട്ടിണി മാറ്റി എന്നുള്ള ഭാഗം ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും കഠിനാധ്വാനികളായിരുന്നു കുടിയേറ്റക്കാരുടെ ആദ്യ തലമുറ എന്നുള്ള കാര്യം ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിക്കുന്നു. ഇനി എഴുത്തച്ഛനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ക്രിസ്ത്യൻ മിഷണറിമാരാണ് മലയാള ഭാഷയ്ക്ക് ഒരു ഘടനയുണ്ടാക്കിയത്. അത്തരത്തിൽ മലയാള ഭാഷ നിർമ്മിച്ചത് തന്നെ അവരാണ്. അതിനു മുൻപ് പ്രാകൃത ഭാഷയായിരുന്നു. പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിൽ കച്ചവടത്തിന് വരുമ്പോൾ അവരുടെ ഭാഷയിൽ സാധനം കയ്യിലുണ്ടോ എന്നിങ്ങോട്ട് ചോദിക്കുന്നു. മലയാളി ഇവിടുത്തെ ഗോത്ര ഭാഷയായിരുന്നു എന്നുള്ളൊരു ധ്വനിയാണ് അദ്ദേഹം നൽകുന്നത്. ആ ഭാഷയിൽ തിരിച്ചു പറയുന്നു സാധനം കയ്യിലുണ്ട് അല്ലെങ്കിൽ സാധനം കയ്യിലില്ല. ഈ സാധനം കയ്യിലുണ്ടോ എന്ന പോർച്ചുഗീസ് അല്ലെങ്കിൽ വിദേശ ചൈനീസ്, പേർഷ്യൻ, ഈ ഭാഷകളുടെ എല്ലാം കൂടി ഒരു സങ്കലനവും സാധനം കയ്യിലില്ല എന്ന മലയാളി ഉപയോഗിച്ചിരുന്നു എന്ന് വിനോയ് തോമസ് പറയുന്ന ഗോത്രഭാഷയുടെയും ഒരു സങ്കലനത്തിൽ നിന്നാണ് അത്രേ മലയാളം ഉണ്ടായത്. ആ മലയാളം ഇവിടെ ഹെർമൻ ഗുണ്ടർട്ടൊക്കെ കൂടി ചേർന്ന് അതിനൊരു ഘടനയുണ്ടാക്കി നിഘണ്ടുവൊക്കെ ആയിട്ട് മലയാളിയെ വിദ്യാസമ്പന്നരായി ഇന്നത്തെ രീതിയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ വായ്ത്താളം അടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നു. അതുകൊണ്ട് ഹെർമൻ ഗുണ്ടർട്ടിനെയും ബെയ്ലിയും ഒക്കെ വേണം നാം എഴുത്തച്ഛന്മാരായി കാണുവാൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനായി കാണാൻ പാടില്ല. കാരണം അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നില്ല എന്നുള്ളതാണ് വിനോയ് തോമസിൻ്റെ കണ്ടെത്തൽ. ഇനി നാളെ യേശു കുരിശും പറിച്ച് ഏണാങ്കശേഖരം എന്നുള്ള ഒരു കവിത നമ്മൾ കണ്ടാലും യേശു ആയനത്തിൽ തുഞ്ചത്ത് ഹെർമൻ ഗുണ്ടർട്ടച്ഛൻ യേശു ആയനത്തിൽ നമ്മൾ വായിക്കേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. കാരണം തമിഴ്നാട്ടിൽ ഉൾപ്പെടെ തിരുവള്ളുവരുണ്ടല്ലോ, അദ്ദേഹത്തെ ക്രിസ്ത്യൻ പാതിരിമാരാണ് വിദ്യാഭ്യാസം നൽകി തിരുക്കുറൾ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്നൊരു കഥ പ്രചാരത്തിലുണ്ടായിരുന്നു. അടി കിട്ടുമെന്നുള്ളൊരു അവസ്ഥയിലാണ് ആ കഥ അവർ പിൻവലിച്ചത്. പക്ഷേ ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. തിരുവള്ളുവരുടെ പല ചിത്രങ്ങളിലും, അതായത് ആദ്യകാലത്ത് മുതൽ തിരുവള്ളുവരെ എങ്ങനെയാണോ ചിത്രീകരിച്ചത് ആ ചിത്രത്തിലുണ്ടായിരുന്ന കാവ്യവസ്ത്രം മാറി വെള്ള വസ്ത്രമായി. അതായത് ക്രിസ്ത്യൻ പാതിരിമാരുടെ വസ്ത്രത്തിൻ്റെ നിറമായി. ഇതിന് ഹിന്ദുമതത്തെ സംബന്ധിച്ചും ഹിന്ദുമതമല്ല തമിഴന്മാർ പിന്തുടരുന്നതെന്ന് പറഞ്ഞാലും ഹിന്ദുമതം തന്നെയാണ് തമിഴന്മാർ പിന്തുടരുന്നത്. ചോള രാജാക്കന്മാരുടെ കാലത്തായാലും അതിനു മുൻപായാലും പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്തായാലും ഹിന്ദുമതം തന്നെയാണ്. ഹിന്ദുമതത്തിൽ വെള്ള മരണത്തിൻ്റെ ഒരു ശാന്തി കവാടത്തിലേക്ക് പോകുന്ന ഒരു ശാന്തിയുടെ, നിത്യശാന്തിയുടെ നിറമാണ്. അതുകൊണ്ട് തന്നെ മംഗളകർമ്മങ്ങൾക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള വിജ്ഞാന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഗ്രന്ഥങ്ങളുടെ രചനയിലോ ഏർപ്പെടുമ്പോൾ ഒന്നുകിൽ മരവുരി അല്ലെങ്കിൽ കാവ്യവസ്ത്രം, ഇതായിരുന്നു നമ്മുടെ സന്യാസി വര്യന്മാർ ധരിച്ചിരുന്നത്. അതായിരുന്നു ഭാരതത്തിൻ്റെ ഒരു നടപ്പ് രീതി. അതിനെ മാറ്റി വെള്ളയാക്കി. ഇത്തരത്തിലുള്ളൊരു തിരുവള്ളുവരെ മാമോദിസ മുക്കുവാനുള്ളൊരു ശ്രമം പരാജയപ്പെട്ടെങ്കിലും, മാമോദിസ മുക്കിയില്ലെങ്കിലും കിടക്കട്ടെ, ഒരു
മന്ത്രകോടി എന്നുള്ള തരത്തിൽ, മന്ത്രകോടി എന്ന് ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്, എന്തെങ്കിലും കിടക്കട്ടെ നമ്മുടെ ഒരു അടയാളം, വെള്ള, നടുക്കുള്ള വെള്ള, അവിടെ വരണം, വന്നാലേ നടക്കൂ. ഒരു പാസ്റ്ററുടെ ഇത് കേട്ടിട്ടില്ലേ? ആ വെള്ള ചുറ്റി പോയി. ഈ എസ്രാ സർഗുണം എന്നൊക്കെയുള്ള നല്ല കൊടും വിഷം മുറ്റിയ കുറേ പാതിരിമാരുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അവരുടെയൊക്കെ ഒരു സംഘടിത ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് തിരുവള്ളൂർ ഇപ്പോൾ സ്റ്റാലിൻ്റെ വീട്ടിലെങ്കിലും വെള്ള വസ്ത്രം ചുറ്റിയിരിക്കുന്നത്. അതിനെ എതിർത്ത് BJP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ കാവി വസ്ത്രമണിഞ്ഞ തിരുവള്ളൂരുടെ ഒറിജിനൽ രൂപം പ്രദർശിപ്പിക്കാറുമുണ്ട്. അതൊരു വശത്ത്. അതേ തരത്തിലുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ എഴുത്തച്ഛൻ്റെ മേലും ഉണ്ടായിരിക്കുന്നത്. എഴുത്തച്ഛനെ എങ്ങനെയെങ്കിലും മാമോദിസ മുക്കി ഹെർമൻ ഗുണ്ടർട്ടച്ചനാക്കണം, എന്നിട്ട് യേശുവായനം എഴുതിക്കണം. അപ്പോൾ ഈ കിളിപ്പാട്ടിന് എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഈ പോർച്ചുഗീസിലും വത്തിക്കാനിലും തത്തമ്മയുണ്ടോ ഈ പറയാനായിട്ട്? ഈ പാടി വന്ന തത്തമ്മ എന്നുള്ളത് പോർച്ചുഗീസിൽ ഊന്തോസ്ത്രേസ് പാടിയിട്ടായിരിക്കുമോ വരുന്നത്? അതോ മലയാളം പാടിയിട്ടായിരിക്കുമോ വരുന്നത്? അതോ ഏലി ഏലി അൽബത്താനി എന്നൊക്കെ വിളിച്ചിട്ട് ലാറ്റിനോ അറാമിക്കോ എന്തെങ്കിലും ഭാഷയിലായിരിക്കുമോ തത്തമ്മ വരുന്നത് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ അടുത്ത് യേശുവിൻ്റെ കഥ പറയാൻ? പക്ഷേ എന്തായാലും യേശു കുരിശുംപറി ചേണാങ്കശേഖരം ആ വരി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് ബിനോയ് തോമസ് തന്നെ എഴുതി കൊടുക്കുമായിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയും, ഒരു ഘടന ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ ഹെർമൻ ഗുണ്ടർട്ടുമൊക്കെ കൂടി. അപ്പോൾ ഈ ഗ്രന്ഥലിപി എന്തായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് 7-ാം നൂറ്റാണ്ടിലുള്ളതാണ്. അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നതാണ് സത്യത്തിൽ ആധുനിക മലയാളത്തിൻ്റെയും ആധുനിക തമിഴിൻ്റെയും ആധുനിക സിംഹളീസ് ഭാഷയുടെയും വരെ അടിസ്ഥാനം. ആധുനിക തമിഴെന്ന് ഞാൻ പറഞ്ഞത് കൊടും തമിഴെന്ന് ഇപ്പോൾ പറയപ്പെടുന്ന ഒരു പഴയ തമിഴുണ്ട്, ബ്രഹ്മി ലിപിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന തമിഴ്. അതിന് ഇപ്പോഴത്തെ ആധുനിക തമിഴ് ഭാഷയുമായി പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധമില്ല. ചില വാക്കുകളെല്ലാം തമ്മിൽ സാമ്യം ഉണ്ട്. തീ എന്നുള്ള വാക്കിന് പോലും ഗംഗുവ പോലുള്ള വാക്കുകളാണ്, ഗംഗുവ അല്ല കങ്കുവ പോലുള്ള വാക്കുകളാണ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അല്ലെങ്കിൽ അഗ്നി പോലുള്ള വാക്കുകൾ, തീ എന്നൊന്നും അതിൽ ഇല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഈ കൊടുന്തമിഴെന്ന് ഇവർ പറയുന്ന ബ്രഹ്മിയിൽ നിന്ന്, സംസ്കൃതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ബ്രഹ്മിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആദി തമിഴ്, അതും ഇപ്പോഴത്തെ ആധുനിക തമിഴുമായി വലിയ ബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ ആധുനിക മലയാളം ഉരുത്തിരിഞ്ഞു വന്നത് ഈ ഗ്രന്ഥലിപി എന്നുള്ള ഒരു നമ്മുടെ നാട്ടിലെ സാഹിത്യകാരന്മാരും അന്നത്തെ സാഹിത്യ ഒരു ഭാഷ ആയിട്ടൊരു ചെറുകഥകളൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഒരു ഗ്രന്ഥങ്ങൾ എഴുതുവാനായിട്ട് ഒരു വിജ്ഞാന ഗ്രന്ഥങ്ങളും കഥകൾ വളരെ കുറവായിരുന്നു. വിജ്ഞാന സംബന്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളായിരുന്നു. ഒരു ഗണിതശാസ്ത്രമോ അല്ലെങ്കിൽ ശാസ്ത്ര സാഹിത്യ ശാഖകളോ, സാഹിത്യവും വളരെ കുറവായിരുന്നു. ശാസ്ത്ര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിജ്ഞാനപ്രദമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ രചിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ഘടനയായിരുന്നു ഈ ഗ്രന്ഥലിപി. ഈ ഗ്രന്ഥലിപിയിൽ നിന്ന് എഴുത്തച്ഛനിലേക്ക് വരുമ്പോൾ, ഈ ഗ്രന്ഥലിപി നേരത്തെ ഉണ്ടെങ്കിൽ എഴുത്തച്ഛനെ എന്തുകൊണ്ട് ഭാഷയുടെ പിതാവായി നാം അംഗീകരിക്കുന്നു? മലയാളത്തിൽ കൃത്യതയും ഘടനയുമുള്ള ഒരു കാവ്യം ആദ്യമായിട്ട് രചിക്കുന്നത് എഴുത്തച്ഛനാണ്. മുൻപും കാവ്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഘടനാസമ്പുഷ്ടിയുള്ള ഒരു പൂർണ്ണതയുള്ള കാവ്യം അതിനു മുൻപുണ്ടായിട്ടില്ല എന്നാണ് ഭാഷാ വിദഗ്ധർ കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചതും ഒക്കെ സംബന്ധിച്ച് പല തെളിവുകളും നമ്മുടെ മുൻപിലുണ്ട്. അപ്പോഴും വിനോയ് തോമസ് അഭിമാനത്തോടു കൂടി പറയുന്നത്, തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോയി എഴുത്തച്ഛൻ ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ടോ എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിച്ചു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. തെളിയിക്കാൻ പറ്റിയില്ല, പരാജയപ്പെട്ടില്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ആ ഡയറക്ടർ പാവം എഴുന്നേറ്റ് പോയത് ഇങ്ങനെ ഒരുത്തനെ വിളിച്ച് അതിഥിയാക്കിയതിന് നാളെ ഞാൻ ഡയറക്ടർ ബോർഡിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ വിവരമുള്ള ആരെങ്കിലും താൻ ഇതുപോലുള്ള വേതാളങ്ങളെയാണോടോ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരുത്തുന്നതെന്ന് എൻ്റെ നേരെ ചോദ്യം ഉയരുമല്ലോ എന്നോർത്ത് മനസ്സ് വിഷമിച്ചായിരിക്കണം ആ പാവം എഴുന്നേറ്റ് പോയത്. അതിനെയാണ് അഭിമാനപൂർവ്വം കണ്ടോ ഞാൻ വാദിച്ച് തോൽപ്പിച്ചു എന്ന് ഈ വിനോയ് തോമസ് എന്ന സാഹിത്യകാരൻ പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എഴുത്തച്ഛനെ മാമോദിസ മുക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന് പണ്ട് നസ്രാണി ദീപികയായിരുന്ന ദീപികയാണ് ചുക്കാൻ പിടിക്കുന്നത്. ഇടക്കാലത്ത് ഫാരിസ് അബൂബക്കറിൻ്റെ ദീപികയായിരുന്നു. ഇപ്പോൾ ഫാരിസ് അബൂബക്കറിൻ്റെ കയ്യിൽ എന്തെങ്കിലും ദീപികയുടെ ഭാഗങ്ങളുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മുടെ സഭകളൊക്കെ പറയുന്നത് ഞങ്ങളത് തിരികെ പിടിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്ക് ഈ ദീപികയുടെ ഒരു 140 വർഷങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ഇടയ്ക്ക് ഒരു അഭിമാനപൂർവ്വം പറയുന്നത്, സാന്ദർഭികമായി പറയുകയാണ്, എഴുത്തച്ഛനുമായി നേരിട്ട് ബന്ധമൊന്നുമില്ല. ഇന്ദിരാഗാന്ധിയുടെ മുൻപിൽ പോലും മുട്ടുമടക്കാത്ത ആളുകളാണ് ദീപികയുടെ നടത്തിപ്പുകാർ. ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ മുട്ടുമടക്കുകയല്ലായിരുന്നു, ഇവർ തറയിൽ കിടന്ന് ഇഴയുകയായിരുന്നു. LK അദ്വാനി പറഞ്ഞിട്ടുണ്ട്, മുട്ടുകുത്താനേ ഇന്ദിരാഗാന്ധി നിങ്ങളോട് പറഞ്ഞുള്ളൂ, നിങ്ങൾ തറയിൽ കിടന്ന് ഇഴയുകയായിരുന്നു. അക്കാലത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പോലും അവരുടെ എന്തെങ്കിലും ലേഖനങ്ങൾ വളരെ
വിരളമായ അടിയന്തരാവസ്ഥയ്ക്കെതിരെ അവർ ലേഖനങ്ങൾ എഴുതിയിരുന്നുള്ളൂ. അത്തരത്തിലുള്ള എന്തെങ്കിലും ലേഖനങ്ങൾ കള്ളപ്പേരിൽ എഴുതിയിരുന്നെങ്കിൽ പോലും അത് പ്രസിദ്ധീകരിച്ചിരുന്നത് കുരുക്ഷേത്രയുടെ കൽപ്രസ്സുകളിലൂടെയായിരുന്നു. RSSകാർ പലപ്പോഴും പല ഭാഗങ്ങളാക്കി വിഘടിപ്പിച്ച് കേരളമൊട്ടാകെ ഒളിവിൽ കൊണ്ടു നടന്നിരുന്ന കൽപ്രസ്സുകളിലായിരുന്നു അത്തരം ലേഖനങ്ങൾ പുറത്തു വന്നിരുന്നത്, അല്ലാതെ നസ്രാണി ദീപികയിലായിരുന്നില്ല. അതുകൊണ്ട് ആ കഥയും ഒരു മാമോദിസ മുക്കലിൻ്റെ വ്യാജ കഥ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇപ്പോഴെന്തായാലും എഴുത്തച്ഛനെ മാമോദിസ മുക്കുവാനുള്ള ശ്രമങ്ങൾ വളരെ സജീവമായി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ ശ്രമങ്ങൾ എവിടം വരെ എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും എഴുത്തച്ഛനൊന്ന് സൂക്ഷിച്ചാൽ എഴുത്തച്ഛന് കൊള്ളാം. അവിടുന്ന് നാരായമോ വല്ലതും ഒന്ന് മൂർച്ച കൂട്ടി വയ്ക്കുക. ഈ വള്ളുവരുടെ കാര്യത്തിൽ ഇത്തരത്തിലൊരു ശ്രമം നടന്നപ്പോൾ അവിടെ ഒരു ട്രോളർ ഇറങ്ങിയിരുന്നു. വള്ളുവർ ഇങ്ങനെ നാരായം കയ്യിൽ പിടിച്ച് നിൽക്കുന്നത്, തമ്പി ഏങ്കിട്ട വെച്ചിരാതെ ഏങ്കിട്ട വരാതെ വകന്തിടുവേ, അതായത് കീറികളയുമെന്ന്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് എഴുത്തച്ഛൻ ഇത്തരത്തിലുള്ള വിനോയ് തോമസുമാർക്ക് കൊടുക്കുന്നത് എഴുത്തച്ഛൻ്റെ ഭാവിക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നാളെ എഴുത്തച്ഛനെ ഞങ്ങൾ സെയിൻറ്റ് ഫാദർ റൈറ്റർ ആയിട്ടോ അല്ലെങ്കിൽ സെയിൻറ്റ് ഹെർബർട്ട് അച്ഛനായിട്ടോ കാണേണ്ടി വരും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട്. കാരണം എഴുത്തച്ഛൻ്റെ ഈ ഒരു ഭസ്മമൊക്കെ തൊട്ട രൂപമൊക്കെ മാറിയിട്ട് എഴുത്തച്ഛനൊരു കൊന്തയും കുരിശുമൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു പടം ഇപ്പുറത്തെ കയ്യിൽ നാരായത്തിന് പകരം എന്തായിരിക്കും? തൂവലായിരിക്കുമോ അതോ പാർക്കറിൻ്റെ പേനയായിരിക്കും? അന്നേ പാർക്കറിൻ്റെ പേന ക്രിസ്ത്യൻ മിഷണറിമാർ കൊണ്ടുവന്നിരുന്നു എന്ന് വിനോയ് തോമസ് ഏതെങ്കിലും ഒരു തരത്തിൽ സ്ഥാപിച്ചാൽ മതിയോ? ഇല്ലെന്ന് ആരെങ്കിലും തെളിയിക്കൂ എന്ന് വെല്ലുവിളിച്ചാൽ മതിയല്ലോ. കണ്ടോ, അവരെഴുന്നേറ്റ് പോയി. ഈ വിവരക്കേട്ടിന് എന്ത് മറുപടി പറയാനാണെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പോകുന്നവർ വെല്ലുവിളിയിൽ തോൽപ്പിച്ചു എന്നുള്ളൊരു ഇസ്ലാമിക രീതിയാണ് ഇവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് സങ്കടം. എന്തായാലും എഴുത്തച്ഛൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുവാനുള്ള ശ്രമങ്ങൾ മിഷണറിമാർ തുടങ്ങിയിട്ടുണ്ട്. മാമോദിസ വെള്ളവുമായി മിഷണറിമാർ തയ്യാറായിട്ട് നിൽക്കുന്നു. സ്റ്റേജിൻ്റെ പിന്നിലുള്ള എഴുത്തച്ഛൻ എത്രയും പെട്ടെന്ന് വന്ന് മാമോദിസ മുങ്ങി അപ്പവും കഴിച്ച് പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് പോകേണ്ടതാണ്. ഒപ്പം യേശു ആയനം എഴുതാനും മറക്കണ്ട. യേശു കുരിശും പറിച്ച ഏണാങ്കശേഖരം. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.